അതായത് നമ്മൾ PSC അല്ല ഇവിടെ, കേരള പരീക്ഷാ ഭവനാണ് ഇവിടെ പരീക്ഷ നടത്തുന്നത്, സബ്ജക്ട് എക്സ്പേർട്ടുകളാണ് പരീക്ഷ നടത്തുന്നത്. ഹായ്, ഏറെ പ്രിയപ്പെട്ട കേറ്ററ്റ് ആസ്പിറൻസ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഈ വർക്കിംഗ് പ്രൊഫഷണൽസിന് കേറ്ററ്റ് പഠനം എങ്ങനെ കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് കുറച്ച് ടൈം മാനേജ്മെന്റ് ടിപ്സുകളുമായി ബന്ധപ്പെട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ജോലി ചെയ്യുന്നവർ എപ്പോഴും പ്രധാനമായും അവർക്ക് മനസ്സിലൊരു വിഷമമാണ്, ഈ ടൈം എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഇത് ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നത്. സോ അതിന്റെ മനഃശാസ്ത്രപരമായ ചില ടിപ്പുകളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. എന്താണ് നമ്മുടെ മാറ്റർ? ജോലിയോടൊപ്പം കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ്. കാരണം റെഗുലർ ഓൺഗോയിങ് കുട്ടികളുടെ കണക്ക് നമുക്ക് പഠിക്കാൻ പറ്റില്ല. സോ എന്നാൽ ഈ ഒരു പ്രശ്നത്തെ കൃത്യമായ ആസൂത്രണത്തിലൂടെ നമുക്ക് സാധ്യമാക്കാൻ കഴിയും, ആ പ്രശ്നത്തെ ഒഴിവാക്കാൻ കഴിയും, മികച്ച വിജയം നേടാൻ കഴിയും. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ചില സ്മാർട്ട് ടൈം മാനേജ്മെന്റ് ടിപ്പുകളാണ് ഞാൻ ആദ്യം പറയുന്നത്. നമ്മൾ കേറ്ററ്റ് പഠനത്തിന് ഇനി എത്ര തന്നെ ശാസ്ത്രീയത നോക്കിയാലും മനഃശാസ്ത്രം നോക്കിയാലും മിനിമം 2 മണിക്കൂർ ഒരു ദിവസം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കണം. 2 മണിക്കൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, 120 മിനിറ്റ് ആണ്. 120 മിനിറ്റ് ആണ് നമുക്ക് വരുന്നത്. സോ 120 മിനിറ്റ് എന്ത് തന്നെ ആയാലും നിങ്ങൾ എന്തിനു വേണ്ടി? ഈ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. അതിൽ ഏറ്റവും ആത്യന്തികമായി പറയാനുള്ള ഒരു വസ്തുത, നമ്മൾ എഡ്വേർഡ് ലീ തോണ്ടക്കിന്റെ ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ലോ ഓഫ് റെഡിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠന സന്നദ്ധത എന്നാണ് പറയുന്നത്. ഈ പഠന സന്നദ്ധത എന്ന് പറയുന്നത് ഒരാൾക്ക് പഠിക്കാൻ സന്നദ്ധതയുണ്ടെങ്കിൽ മാത്രമേ, റെഡിനെസ് ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ പഠന സന്നദ്ധത ഏറ്റവും കൂടുതൽ വരുന്ന എപ്പോഴാണ്? മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്താണ്. നിങ്ങൾ രാത്രി കിടന്ന് ഉറങ്ങുന്നവരാണ്, ഉറങ്ങി കുറെ നേരം നിങ്ങളുടെ മനസ്സും ശരീരവും എല്ലാം, ഹൃദയം ഒഴിച്ചുള്ള ബാക്കി എല്ലാ അവയവങ്ങളും അത്യാവശ്യം എന്ത് ചെയ്യുന്നു? റെസ്റ്റ് എടുത്ത് കിടക്കുന്ന ഒരു സമയമാണ്. അത് കഴിഞ്ഞ് നമ്മൾ എണീക്കുന്നു. നമ്മൾ ഒരുപാട് ചിന്തകളിൽ നിന്ന് മുക്തമായിട്ടല്ല രാവിലെ വരുന്നത്, മറിച്ച് നമ്മൾ എല്ലാ ചിന്തകൾക്കും ശമനം കൊടുത്തതിന് ശേഷം ബോഡി ഫുള്ള് റിലാക്സ് ചെയ്തതിനു ശേഷമാണ് എണീക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് റെഡിയാകാൻ വേണ്ട സമയത്തിന് മുമ്പേ മാക്സിമം ഈ 2 മണിക്കൂറിലെ പ്രിയപ്പെട്ട സമയങ്ങൾ ആ സമയത്ത് ഉപയോഗിക്കുക എന്നതാണ് ഏറ്റവും യുക്തി എന്ന് മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത്. അപ്പൊ 2 മണിക്കൂർ പഠിക്കുക എന്നുള്ളത് ഒരു മികച്ച ടൈം മാനേജ്മെന്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അന്ന് ഈ പറയുന്ന മൊബൈൽ ഫോണിന്റെ തുടക്ക സമയമാണ്. അത് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെസ്സേജിൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഡ്രാഫ്റ്റ് ആയിട്ട് സേവ് ചെയ്യും, ബസ്സിലിരിക്കുന്ന സമയത്ത് അത് ഓപ്പൺ ആക്കി വായിക്കും. അതല്ല എങ്കിൽ വോയിസ് റെക്കോർഡ് ചെയ്യും, പഠിക്കുന്ന കാര്യങ്ങൾ ഹെഡ്സെറ്റ് വെച്ച് ചെവി വെച്ച് അത് കേട്ടുകൊണ്ടിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്, ഒരുപാട് ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ യാത്രാ സമയങ്ങളിൽ നമ്മൾ ചുമ്മാതെ ആവശ്യക്കാരായതുകൊണ്ട് പാട്ട് കേട്ടോ, അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കേട്ടോ, അതല്ലെങ്കിൽ വാർത്തകൾ കേട്ടോ നമ്മൾ സമയം കളയാതെ കൃത്യമായ രീതിയിലേക്ക് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടന്റുകളെ നിങ്ങൾക്ക് ഹെഡ്സെറ്റ് വെച്ച് റെക്കോർഡ് ചെയ്തോ നിങ്ങൾക്ക് കേൾക്കാം. വീഡിയോ കാണാൻ ചിലപ്പോൾ ബസ്സിലിരിക്കുമ്പോഴോ കാറിലിരിക്കുമ്പോഴോ ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയും തലകറക്കവും ഒക്കെ ഉണ്ടാകും. സ്വാഭാവികമായും അത് വേണ്ട, നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാമല്ലോ, കണ്ടന്റ് കേൾക്കാമല്ലോ. ഇനി ഇങ്ങനെ തുടർച്ചയായിട്ട് പഠിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് സാറ്റർഡേ അവധിയായിരിക്കും, അല്ലെങ്കിൽ സാറ്റർഡേ അവധിയായിരിക്കും, പിന്നെ സൺഡേയും ഫുൾ ഡേ ആണ്. ഈ സൺഡേ സാറ്റർഡേ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ടൈമിൽ മറ്റൊരു മാറ്റം നിങ്ങൾ കൊണ്ടുവരണം. 4 to 5 മണിക്കൂർ പഠിക്കണം. അത് നമുക്ക് കൃത്യമായും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കണം. പെർ ഡേ 4 to 5 മണിക്കൂർ നിങ്ങൾക്ക് ഫുൾ ഓഫ് ആണ് എങ്കിൽ അതിന് വേണ്ട സമയം നിങ്ങൾ കൃത്യമായും കണ്ടെത്തണം. ഇതൊരു സ്മാർട്ട് ടൈം മാനേജ്മെന്റ് ആണ്, കൃത്യമായി മനസ്സിലാക്കുക. ഇതൊരു സ്മാർട്ട് ടൈം മാനേജ്മെന്റ് ആണ്. ഈ 2 മണിക്കൂർ എടുക്കുക എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം ആയിട്ട് കരുതണ്ട. 2 മണിക്കൂർ എന്ന് പറയുന്നത് മിനിമം ശരാശരിയാണ്. അത് കൃത്യമായി യൂട്ടിലൈസ് ചെയ്താൽ പ്രധാനമായും നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇനി ഈ 2 മണിക്കൂർ വെച്ച് പഠിക്കുന്ന ടോപ്പിക്കിനെ വീക്കിലി തന്നെ റിവിഷൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു സജ്ജീകരണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അതില്ല എങ്കിൽ അത് നിങ്ങളെ ബാധിക്കും. റിവിഷൻ ഇല്ല എങ്കിൽ ആ വണ്ടി നന്നായിട്ട് ഓടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊഗ്നിറ്റീവ് എലമെന്റുകളിലേക്ക് നോളജ് അക്വയർ ചെയ്താൽ അത് ഇടയ്ക്ക് ഇങ്ങനെ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്.
ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ചില സ്ട്രാറ്റജികളും വെയിറ്റേജിനെ കുറിച്ചുമാണ് പറയേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ സ്ട്രാറ്റജികളാണ് പറയുന്നത്. സോ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, സിലബസ് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കൂടുതൽ മാർക്കുള്ള ഭാഗങ്ങൾക്ക് മുൻഗണന നൽകുക എന്നുള്ളത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു സ്റ്റഡി സ്ട്രാറ്റജിയാണ്, ഒരു ലേണിംഗ് സ്ട്രാറ്റജിയാണ്. അത് സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യങ്ങൾ വരുന്ന മേഖലയെ കൃത്യമായി കണ്ടെത്തി അവിടെ ഒരു പഠനം നടത്തുക നിങ്ങളുടെ ഗ്രോസ് മാർക്കിനെ സ്വാഭാവികമായും ബാധിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് മൈക്രോ ലേണിംഗ് എന്ന് പറഞ്ഞ മറ്റൊരു സജഷൻ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ഇറ്റ്സ് മൈ സജഷൻ ദാറ്റ് ഈസ് മൈക്രോ ലേണിംഗ്. മൈക്രോ ടീച്ചിങ് അല്ല, മൈക്രോ ടീച്ചിങ് ഒക്കെ നമ്മൾ മെത്തഡോളജിയിൽ പഠിക്കുന്നതാണ്. ഇവിടെ മൈക്രോ ലേണിംഗ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ വലിയ ടോപ്പിക്കുകളെ ചെറിയ ഭാഗങ്ങളായിട്ട്, ഇപ്പൊ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ഇപ്പൊ ലേണിംഗ് തിയറീസ് എന്ന് പറയുന്ന ഒരു ഭാഗം, ലേണിംഗ് തിയറീസ് പഠന സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ ഇന്റലിജൻസ് പഠിക്കുകയാണ്. ഇന്റലിജൻസും പഠന സിദ്ധാന്തങ്ങളും ഒക്കെ ഒരുപാട് തിയറികളുള്ള ലാർജ് ടോപ്പിക്കാണ്, സ്ഥിരം വരുന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിനെ നമുക്ക് 5 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം, അല്ലെങ്കിൽ 6 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം, 6 ഭാഗങ്ങൾ അല്ലെങ്കിൽ 7 ഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിച്ചിട്ട് ഓരോ ചെറിയ ഭാഗങ്ങൾക്കും 15 മുതൽ 20 മിനിറ്റ് സമയം വെച്ച് പഠിച്ചു തീർക്കാനുള്ള ഒരു വ്യഗ്രത നിങ്ങൾ കാണിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ടൈമിൽ 15 to 20 മിനിറ്റ് കൊണ്ട് പഠിച്ചു തീർക്കാന്നല്ല. ഇതിപ്പോ ഈ 6, 5 അല്ലെങ്കിൽ 7 ടോപ്പിക്കുകൾ അല്ലെങ്കിൽ 7 സബ് ടോപ്പിക്കുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ 15 മിനിറ്റും 20 മിനിറ്റും ഓരോ ടോപ്പിക്കിനും എടുക്കുക, പിന്നീട് റിവിഷൻ ചെയ്യുക, വീണ്ടും പഠിക്കുക, റിവിഷൻ ചെയ്യുക. സുഖമായിട്ട് മനസ്സിലിരിക്കും, ഒരു സംശയമില്ല. പക്ഷെ ഈ 15 to 20 മിനിറ്റ് എന്ന് പറയുന്നത് അത് വർക്കിംഗ് പ്രൊഫഷണൽ ആയതുകൊണ്ടാണ്, നമുക്ക് ഒരുപാട് സമയം അവിടെ കളയാൻ പറ്റാത്തത് കൊണ്ടാണ്. കൃത്യമായും അത് മനസ്സിലാക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാൻ ഇവിടെ എന്റെ ഇത്രയും വർഷത്തെ, എന്റെ 17 വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ ഞാൻ എപ്പോഴും നേടിയിട്ടുള്ള ജോലികൾ, നേടിയിട്ടുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകൾ, ഈ ടെസ്റ്റുകളിലും ജോലികളിലുമെല്ലാം എന്നെ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് PYQ ആണ്. മക്കളെ, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് PYQ ചെയ്ത് നോക്കിയാൽ ഇനി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് തനിയെ കണ്ടെത്താൻ കഴിയും. അതായത് നമ്മൾ PSC അല്ല, ഇവിടെ കേരള പരീക്ഷാ ഭവനാണ് ഇവിടെ പരീക്ഷ നടത്തുന്നത്, സബ്ജക്ട് എക്സ്പേർട്ടുകളാണ് പരീക്ഷ നടത്തുന്നത്. സ്വാഭാവികമായും ആ സബ്ജക്ട് എക്സ്പേർട്ടുകൾ ഇനി അടുത്ത ചോദ്യം എന്തായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ പ്രഡിക്ഷൻ ആണല്ലോ. ഒരാൾ പഠിക്കുമ്പോൾ വരുന്ന ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അയാൾക്ക് ആ ടോപ്പിക്കിൽ ഒരു ഡോമിനൻസ് കിട്ടുക എന്നുള്ളതാണ്. സോ കൃത്യമായും വർഷങ്ങളായിട്ട് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നടത്തിയിട്ടുള്ള മുൻ വർഷത്തെ ചോദ്യങ്ങൾ കൃത്യമായി വെച്ച് ചെയ്യുക. ഇനി ഏതെങ്കിലും ഒരു ഓൺലൈൻ ആപ്പ് നമുക്ക് എൻട്രി തന്നെ എടുക്കാം. എൻട്രിയിലാണെങ്കിൽ ഇഷ്ടം പോലെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്. ആ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ കൃത്യമായും ചെയ്യുക PYQ ചെയ്യുന്നതിനോടൊപ്പം. ഇനി ഇത് കൂടാതെ നിങ്ങൾ കുറച്ച് എക്സ്ട്രാ ടിപ്പുകൾ കൂടി നിങ്ങൾക്ക് ഞാൻ ഇത് പറഞ്ഞു തരികയാണ്. വർക്കിംഗ് പ്രൊഫഷണൽസ് കുറച്ചുകൂടി എക്സ്ട്രാ ടിപ്പുകൾ, അതായത് നമ്മൾ സാധാരണ നമ്മൾ ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ടിക്കറ്റ് കിട്ടും. അപ്പൊ ഞാൻ പണ്ട് എന്റെ പേഴ്സിനകത്ത്, എന്റെ വാലറ്റിനകത്ത് ചില പേപ്പേഴ്സ് എഴുതി വെക്കുമായിരുന്നു. അതല്ല എങ്കിൽ നമുക്കൊരു ലേണിംഗ് റൂം ഉണ്ടാകും. നിങ്ങൾ കണ്ടിട്ട് ആ ലേണിംഗ് റൂമിനകത്ത് ഭിത്തിക്കും പെയിന്റിനും കേട് വരാത്ത രീതിയിൽ ചെറിയ നോട്ടുകൾ എടുത്തു വെക്കുക, എഴുതി വെക്കുക. സ്വാഭാവികമായും നമുക്കത് വായിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. UPSC ഒക്കെ പഠിക്കുന്ന കുട്ടികൾ സ്വാഭാവികമായും ചെയ്യുന്ന ഒരു വലിയ ട്രിക്കാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾ PYQ ഡിസ്കസ് ചെയ്യുമ്പോഴും അതോടൊപ്പം തന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ നിങ്ങൾക്ക് അതങ്ങോട്ട് കിട്ടുന്നില്ല. അത്തരത്തിലുള്ള മേഖലകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടി, ഓർത്തു വെക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ചെറിയ നോട്ടുകൾ നിങ്ങൾ നിങ്ങളുടെ റൂമിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സിനകത്തോ ഒക്കെ തയ്യാറാക്കി വെക്കുക. അത് ഇടയ്ക്കെടുത്ത് വെച്ച് വായിക്കുക. ഭയങ്കരമായിട്ടുള്ള മാറ്റം ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അത് കൃത്യമായും നിങ്ങൾ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊന്നാണ് ഗ്രൂപ്പ് സ്റ്റഡി. അതായത് നിങ്ങൾക്ക് പലരും പല ജോലിക്ക് വന്നു, പ്രൈവറ്റ് ജോബിന് പോകുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ പോകുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ ഗവൺമെന്റ് സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പോകുന്നവരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഗ്രൂപ്പ് സ്റ്റഡി പോസിബിൾ അല്ല. എങ്ങനത്തെ ഗ്രൂപ്പ് സ്റ്റഡി? നോർമലി നോർമലി നമുക്ക് ഓഫ്ലൈൻ ഗ്രൂപ്പ് സ്റ്റഡി പോസിബിൾ അല്ല. സോ നിങ്ങൾക്ക് വാട്സപ്പിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കാം. നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ, പരസ്പരം അറിയാവുന്നവർ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ അതല്ലാത്ത പേഴ്സണൽ മെസ്സേജുകൾ അയക്കാതെ, തമാശകൾ പറയാതെ, സ്റ്റോറി ടെല്ലിംഗ് പറയാതെ നിങ്ങൾ കണ്ടന്റുകൾ ഇടുക, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, പരസ്പരം സംശയം ചോദിക്കുക. എന്ത് മനോഹരമായിട്ട് നമുക്ക് അവിടെ പഠനം നടത്താം. അതൊരു എക്സ്ട്രാ ടിപ്പായിട്ട് ഞാൻ പറയുകയാണ്.
ഇനി മറ്റൊന്ന് സോഷ്യൽ മീഡിയ ലിമിറ്റ് ചെയ്യുക. സോഷ്യൽ മീഡിയ ലിമിറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സമയം അതിന് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ചുമ്മാ ഇരിക്കുന്നു, ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുത്താൽ കൊള്ളാമെന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം എടുത്തിട്ട് നിങ്ങൾ കാണുന്നത് ഈ സ്റ്റഡി ടിപ്പുകളാണെങ്കിൽ ദർ ഇസ് നോ പ്രോബ്ലം. ടീച്ചിങ് ചാനലുകളുടെ ഇപ്പൊ നമ്മൾ എൻട്രി ടീച്ചിങ് എക്സാമിനേഷനിലൊക്കെ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നിറയെ കണ്ടന്റുകളാണ് നമ്മൾ ഇടുന്നത്. അത് കാണുക എന്നതിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മൾ വീഡിയോസ്, ഡാൻസസ്, പാട്ടുകൾ അതൊക്കെ നമ്മൾ ഇങ്ങോട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മൾ പോലും അറിയാം. ഇപ്പൊ ഒരു വീഡിയോയുടെ ഡ്യൂറേഷൻ 1 മിനിറ്റ് ആണെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് അങ്ങ് കണ്ടു തള്ളും. ഈ 1 മിനിറ്റ് വെച്ച് ഒരു വീഡിയോ മാത്രമാണ് നമ്മൾ കാണുന്നത്. സ്ക്രോൾ ചെയ്ത് നമുക്കൊരു വിളി വരുന്നവരെയും നമ്മൾ അത് നോക്കിക്കൊണ്ടിരിക്കും. സോ അത് ടൈം നഷ്ടമാണ്. കൂടുതലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയ അഡിക്ഷനിലേക്ക് പോകാതെ ലിമിറ്റ് ചെയ്യുക. സോ ഇത്തരം കാര്യങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടി ഞാൻ തയ്യാറാക്കിയിട്ടുള്ള എന്റെ സൈക്കോളജിക്കൽ ടിപ്പുകളാണ്. സോ ഇത് നിങ്ങൾക്ക് ബെനിഫിഷ്യറി ആകും. ഉറപ്പായിട്ടും ഇത് ചെയ്ത് കാണാൻ ശ്രമിക്കുക, ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന റിസൾട്ട് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ. ഓൾ ദ വെരി ബെസ്റ്റ്.